പിന്നെ സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ പിശാജ് എൻ്റെ വിഷയത്തിൽ, ജിന്നിൻ്റെ വിഷയത്തിൽ അത് വിഷയം മാറ്റിയതാ. പിന്നെ മൂപ്പര് പറഞ്ഞ സംഗതി എന്താ അറിയോ? ഷംസുദ്ദീൻ പാലത്തി എന്ന സഹോദരൻ ജിന്ന് സിഹിർ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിക്കുന്നതിന് പുറമെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വിശകലനം ചെയ്തപ്പോൾ അതിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ ഉണർത്തി. അപ്പൊ അദ്ദേഹം എന്തു ചെയ്തു? അത് തിരുത്തിയിട്ടുണ്ട്. ഏതാ തിരുത്തിയത്? ഇതൊന്നും ഹോൾസെയിലായി തിരുത്താൻ പറ്റിയ സാധനമല്ല, റീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഓരോ വിഷയം ഇങ്ങനെ എടുത്തു വെക്കുക, ഇത് ഞാൻ തിരുത്തിയിരിക്കുന്നു. നിങ്ങളുടെ മൂപ്പര പകര ചോദ്യം, ഈ കാസറ്റുകളും സീഡുകളൊക്കെ കൊണ്ടു നടക്കേണ്ട അബ്ദുസലാം സുലൈമിക്ക് ദുനിയാവിൽ വല്ല ഗുണമുണ്ടോ, പരലോകത്ത് വല്ല ഗുണമുണ്ടോ? അബ്ദുസലാം സുലൈമിക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ നമുക്ക് പിന്നോക്കാം. നിങ്ങൾക്ക് എന്താണ് കയറി? അവിടെ എന്തോ ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾ ഇറക്കിയല്ല ഈ സീഡി. ഈ സീഡിന്റെ പേരെന്ന മുഖ്യ ശത്രു ഷംസുദ്ദീൻ ഭാരത്ത്. ആരാ ഇറക്കിയത് നമ്മളെ സംവാദം, എന്താണ് സംവാദം മൾട്ടിമീഡിയ. ഇതാരുടെ സാധനം എന്നറിയോ? ISM എവിടെയാണ്? ISM പെരിന്തൽമണ്ണ യൂണിറ്റി. ISM എന്ന് പറഞ്ഞാൽ ബേജാറാണ്ട, അഡ്ഹോക്ക്. അതിന്റെ നേതാവാരാ? ഹാരിസ് ബിൻ സലീം. ഇവർക്ക് പല ഇറക്കുമതിയുണ്ട്, അതിലൊന്ന് ഇതാണ്. പിന്നെ വേറൊന്നിറക്കിയത് ജിന്നും മനുഷ്യനും ഡോക്ടർ സുബൈർ, അതും അതേ ISM കമ്മിറ്റി ഇറക്കിയതാ. ഹാരിസ് ബിൻ സലീമിന്റെ വേറുണ്ട്, അതും എന്താ ഇസ്ലാമിലെ മന്ത്രങ്ങളോ എന്താ പേര്, അവിടെ മിട്ടല്ലോ കുറേ എണ്ണം ഞാൻ ഇടുന്നുണ്ട് ബാക്കി. അപ്പോ ഈ സാധനങ്ങളൊക്കെ ഇറക്കിയതാരാ? നമ്മൾ ഇറക്കിയതല്ല, നമ്മൾ കൊണ്ടിറക്കണമല്ല. എന്നിട്ട് അദ്ദേഹം ഇത് അങ്ങാടി പറയേണ്ട വിഷയമല്ല, ഇതൊന്നും പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ട വിഷയമല്ല. ഇപ്പഴാ തിരിഞ്ഞില്ലേ? ഇതൊക്കെ പ്രസംഗിച്ച് സീഡിയാക്കി നാട് നീളം വിതരണം ചെയ്തു. കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മലയാളികളിൽ ഇത് വിതരണം ചെയ്യപ്പെട്ടു. എന്നിട്ട് അതിൽ നമ്മൾ ചെയ്ത സംഭവം എന്നുള്ളൂ, അതിൽ നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് വ്യതിചലിച്ച് പോകുന്ന ചൂണ്ടിക്കാണിച്ചു എന്നുള്ള തെറ്റ് മാത്രം നമ്മളെ ഇത് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചെന്ന് നമ്മളാ കുടുങ്ങി. നമ്മളാണല്ലോ വലിയ പ്രശ്നക്കാര്. നിങ്ങൾക്ക് എന്താ കൊണ്ട് ഗുണം? ദുനിയാവില് ഗുണമുണ്ടോ, പരലോകത്ത് ഗുണമുണ്ടോ? ഉണ്ട്. ദുനിയാവില് ഗുണം എന്താ? ദുനിയാവില് ഗുണം എന്ന് പറഞ്ഞാൽ ഈ അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന മുജാഹിദ് പ്രവർത്തകന്മാരെ പിന്തിരിപ്പിക്കാൻ കഴിയാന്നുള്ള തന്നെ വലിയൊരു ഗുണ ദുനിയാവില്. ഒന്ന്, ദുനിയാവിലെ മാത്രമല്ല അത് കൊണ്ടുപോകണം, പരലോകത്തും ഗുണം കിട്ടും. ഒരാൾ വഴിതെറ്റി പോകുമ്പോൾ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളത് പരലോകത്ത് കൂലുള്ള കാര്യമാണ്. അബ്ദുറഹ്മാൻ സലഫിക്ക് ഞാൻ ഓതി കൊടുക്കണ്ടല്ലോ ഹദീസ്. അപ്പോൾ ദുനിയാവിലും ഗുണമുണ്ട്, പരലോകത്തും ഗുണമുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഇതിങ്ങനെ നമ്മൾ കൊണ്ടിടക്കുമ്പോൾ ലേശൊരു ഇടങ്ങേറ്, ഒരു ബുദ്ധിമുട്ട്, കഴിച്ചിട്ട് ഇത് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ. എന്നിട്ടോ ഇത് വലിയ വലിയ പണ്ഡിതന്മാരിങ്ങനെ എല്ലാവരുടെയും കൂടി നിന്നിട്ട് ഷംസുദ്ദീൻ പാലത്തിനെ ഉപദേശിച്ച് കണ്ട് ശരിയാക്കി എടുത്തതാണേ. ചോദിക്കട്ടെ ചങ്ങന്മാരെ, നിങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ പല വിഷയങ്ങളും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ കുതിര കയറാൻ വേണ്ടി എത്ര ജമിയത്തുലമ കൂടിയാണ്? പണ്ടിവിടെ പിലാത്ര സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഒരു ജമിയത്തുലമ കൂടി. എന്തിനാണെന്നറിയോ? മ്യൂസിക് ഹലാലോ ഹറാമോ എന്ന് തീരുമാനിക്കാനേ. 10 കൊല്ലം പാട്ടുപാടി നടന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു 10 കൊല്ലം മ്യൂസിക്കുള്ള കാസറ്റ് ഒക്കെ ഇറക്കി ആരാ? ഒന്നാമത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മ്യൂസിക്കോട് കൂടിയിരിക്കുന്ന കാസറ്റ് ഇറക്കുന്നത് ഉദ്ഘാടനം ചെയ്താരാ? സാക്ഷാൽ EKM പന്നൂര്, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏറ്റവും അടുത്ത ബന്ധു. EKM പന്നൂർ നിർവാഹമില്ല, ഉപ്പൊന്നും മിണ്ടാൻ. കാരണം എന്താ? മകള് AP അടുക്കളയിലാണുള്ളത്. അതുകൊണ്ട് മിണ്ടാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന വിചാരിക്കണത്. എന്നിട്ട് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പിന്നെ പല ആൾക്കാരും ഇങ്ങനെ മ്യൂസിക്കുള്ള തൗഹീദ് ഗാനങ്ങൾ ഇറക്കി, അതുമായി ആളുകൾ മുന്നോട്ട് പോയി. അങ്ങനെ തൗഹീദ് ഗാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ ഹറാം ഹറാം. എന്നിട്ട് ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജാമിയ സലഫിയല്ലോ, ഇവിടെ ഇരുന്നു ജമിയത്തുലമന്റെ എത്ര 250 പണ്ഡിതന്മാർ ഇരുന്നു പോലും. ഇരുന്നിട്ട് വൈകുന്നേരവോളം ചർച്ച അങ്ങനെ ഉണ്ട്. കഴിഞ്ഞിട്ട് അവസാനം അങ്ങനെ ഉണ്ട് നോക്കുമ്പോ മല എലിയെ പ്രസവിച്ചു. എന്തേ അത്ഭുതം? ഒന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേ ദിവസം AP അബ്ദുൽ ഖാദർ മൗലവി നമ്മൾ കണ്ടു. നമ്മൾ കാണാൻ കാരണമുണ്ട്. അന്ന് മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസ്മി എന്ന സംഘടനക്ക് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ തന്നെ ഒരു തൗഹീദ് ഗാനങ്ങളുടെ കാസറ്റ് ഇറക്കാന്ന് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അതിന്റെ ചുമതല അന്ന് നൽകിയത് എനിക്ക്. ഞാൻ എന്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ
അതിന്റെ പ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിൽ ഇനി ഒരു റെക്കോർഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. എ പി അബ്ദുൽ ഖാദർ അവസാനം ഒന്ന് ചോദിച്ചേക്കാൻ തരുതി. കാരണം ഇനിയിപ്പോൾ ഇടയ്ക്കൊരു ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞതാണല്ലോ. അഹമ്മദ് അതിനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ശരിയോ തെറ്റോ എന്ന് അറിയണല്ലോ. അതുകൊണ്ട് ഒന്ന് ചോദിക്കാൻ മൂപ്പർ പറഞ്ഞെന്താ അറിയോ, കാസറ്റൊക്കെ ഇറക്കിക്കോ, അതിന്റെ ഹറാമോ ഹലാലൊന്നും ഇപ്പോൾ നോക്കണ്ടില്ല. മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നൊരു വിഷയമല്ല. പക്ഷെ എന്തു ചെയ്യണം എന്നറിയോ, കാസറ്റിന്റെ പുറത്ത് എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും KNM എന്നോ ബിസ്മി എന്നോ എഴുതി വെക്കരുത്. ബ്രാൻഡുള്ള കള്ളേ ഹലാൽ ഹറാമാവുള്ളൂ. ബ്രാൻഡില്ലാത്ത കുഴപ്പമില്ല, പട്ടച്ചാരായ ഓക്കെ. എന്നിട്ടോ പിന്നെ പറഞ്ഞെന്താ, ആ കാസറ്റുകൾ സമ്മേളനത്തിന്റെ പിന്നെ സെക്ഷൻ ഏതെങ്കിലും സ്റ്റാളിൽ വെച്ച് വിൽക്കൊക്കെ ആണെങ്കിൽ അറബികളിലെ കടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കൊണ്ടു, അപ്പൊ കാസറ്റ് ഓഫ് ആക്കണം. അലി അബ്ദുൽ മദനി പിലാത്ത സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ കാര്യമായ ഡ്യൂട്ടി എന്താ അറിയോ, അറബികൾ വരുമ്പോ എസ്കോട്ട് പോവാ. എന്തിനാ എസ്കോട്ട് എങ്ങോട്ടാ? അറബികളെ കൂടെ സ്റ്റേജിലേക്കല്ല, നേരെ എന്തെങ്കിലും എങ്ങോട്ടാ, സ്റ്റാളുകളിലേക്ക്. നമ്മൾ കരുതി ഇത് ശരി തന്നെ ആയിക്കൊന്നു. അതിന്റെ ഇടക്കുണ്ട് പുളിക്കലങ്ങാടി കൂടുതൽ അനൗൺസ്മെന്റ് ഇങ്ങനെ വരണേ. എ പി അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, അലി റസാഖ് മദനി, TP അബ്ദുൽ മദനി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിത വരേണ്യന്മാർ പങ്കെടുക്കുന്നതാകുന്നു. നമ്മളെഴുതി വലിയ വയല് പരമ്പരറ്റേക്കും. തൊട്ടു പറകെ കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. എന്താപ്പത്, കിളിന്റെ കുടയും ചൂടിയിട്ട് ആരായി പോക്ക്? എ പി അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, TP അബ്ദുൽ മദനി എല്ലാം കൂടി ഒരു കിളിന്റെ കുടയും ചൂടിയിട്ട് ഇങ്ങനെ പോവാ. നമ്മളിങ്ങനെ എന്താ സംഭവം നോക്കുമ്പോ ജാമ്യ സലഫിലെ അധ്യാപകന്റെ അനൗൺസ്മെന്റിന് പിന്നെ സപ്പോർട്ട് കൊടുത്തെന്താ, ആ കാലത്തെ ഏറ്റവും പുതിയ ഒരു സിനിമാ പാട്ട്. തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് വെച്ചാൽ ഇവിടെ പ്രശ്നമുള്ളൂ. സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി അങ്ങാടികൾ ഇട്ട് പോയ ഒരു പ്രശ്നമില്ല. നമ്മൾ എഴുതി അത് വിവരമില്ലാത്ത ആരെങ്കിലും വിവരമുള്ള തന്നെ ചെയ്തിട്ടില്ലേ, ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ജാമ്യ സലഫിയെ കയറി നോക്കുമ്പോൾ ഉദ്ഘാടനമാണ്. സംഭവം എന്താ, അതിന്റെ പിറകെ ഒരു അനൗൺസ്മെന്റ് വേറുണ്ട്. ഇവര് പങ്കെടുക്കണ മാത്രമല്ല, എന്താ, ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം. ജാമിയ സലഫിയുടെ 10ാമത്തെ സംരംഭം മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കണ്ണീർ മഴയത്ത്. പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ പോയി നോക്കി. എന്താ സംഭവം എന്ന് അറിയണല്ലോ. എന്നെ വിളിക്കും, എന്നെ അലി റസാഖ് മദനി കത്ത് എന്ന് വിളിച്ചതാ. അതുകൊണ്ട് പോയി നോക്കി. ചെന്നപ്പോഴേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്കുക. എന്ത് ടൈപ്പാ പാട്ട്? 1ാം നമ്പർ അക്കാലത്ത് പുതുമുള്ള നല്ല ഹിന്ദി പാട്ടുകൾ. അത് സിനിമ തന്നെ. KN ഇബ്രാഹിം മൗലവിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ മൂപ്പരെ കുറിച്ച് ഒന്നും പറയുന്നില്ല വിഷയത്തിൽ. TP അബ്ദുൽ മദനിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യതയില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല. MM മദനി പഠിച്ച പരലോകത്തിലൊന്നും ഹിന്ദി ഉണ്ടാവില്ല, അതുകൊണ്ട് മൂപ്പരെയും പറയേണ്ടതില്ല. പിന്നെ ആരാ കൂടുതൽ? അലി റസാഖ് മദനി. ഒരു കോടതി ഭാഷ മാത്രമേ ഉള്ളൂ, അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല. എന്നാലേ ഹിന്ദി ഉറുദു ഒക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ട്. സാക്ഷാൽ ചങ്ങനംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്പിരിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വളർന്നിരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം. അവിടെ പാടിയ പാട്ട് തന്നെയല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. മോഖാ മിലേഗാ തോ ഹം ബതാ ദേംഗേ തുജെ കിത്നാ പ്യാർ കർത്തേ ഹേ സനം. ഐ എന്താ മുതല്, എടി പെമ്പർന്നോളെ, അന്നെ കിട്ടിയ ഒരു അവസരം കിട്ടിയ ഞാൻ പറഞ്ഞുതരാ എത്രമാത്രം എന്നെ ഞാൻ പ്രേമിക്കുന്നുണ്ട്.